ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് NCRT's അതായത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്ത് വിട്ടിട്ടുണ്ട്. ഇത് ആ നോട്ടിഫിക്കേഷൻ രജിസ്ട്രേഷൻ ഓപ്പൺ ആയ ഡേറ്റ് എന്ന് പറയുന്നത് 24/3/2025 പക്ഷേ ഇതിന്റെ ക്ലോസിംഗ് ഡേറ്റ് കാണിച്ചിരിക്കുന്നത് 24/4/2025 CBT ബേസ്ഡ് എക്സാം ആയിരിക്കും ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അത് മെയ് 2025 അവർ മെൻഷൻ ചെയ്തേക്കുന്നത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്റും പേ സ്കെയിലും ഒക്കെ നോക്കുവാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലേക്കാണ് ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത്. അതിന് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 22,800 മുതൽ അപ് ടു 75,000 വരെയാണ് പോകുന്നത്. ജനറൽ കാറ്റഗറി വിളിച്ചിരിക്കുന്ന വേക്കൻസി 8, EWSന് 1 വേക്കൻസി, OBCക്ക് 4 വേക്കൻസി, SCക്ക് 2 വേക്കൻസി, STക്ക് 1 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 16 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. രണ്ടാമത് വിളിച്ചിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രോണിക്സിലേക്കാണ്. ഇലക്ട്രോണിക്സിലേക്ക് വിളിച്ചിരിക്കുന്നത് സെയിം സാലറി തന്നെയാണ്. ജനറൽ കാറ്റഗറിക്ക് 8 വേക്കൻസി, EWSന് 1 വേക്കൻസി, OBCക്ക് 4 വേക്കൻസി, SCക്ക് 2 വേക്കൻസി, STക്ക് 1 വേക്കൻസി, അങ്ങനെ ടോട്ടൽ ഇതും 16 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതും സെയിം സാലറിയാണ്. ഇവിടെ ജനറൽ കാറ്റഗറിക്ക് മാത്രമേ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ടോട്ടൽ 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ സിവിലിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ജൂനിയർ എഞ്ചിനീയർ സിവിലിലേക്ക് വിളിച്ചിരിക്കുന്നത് സെയിം സാലറി തന്നെയാണ്. ഒറ്റൊരു വേക്കൻസിയെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അത് ജനറൽ കാറ്റഗറിക്കാണ്. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ മറ്റ് കാറ്റഗറിക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി പ്രോഗ്രാമിംഗ് അസോസിയേറ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. പോസ്റ്റ് കോഡ് 5 ആണ്. സെയിം സാലറി തന്നെയാണ്. 3 വേക്കൻസിയാണ് ജനറൽ കാറ്റഗറിക്ക്, 1 വേക്കൻസി OBCക്ക്, അങ്ങനെ ടോട്ടൽ 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് HR വിളിച്ചിരിക്കുന്നത്. സാലറി സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇതിന് 20,250 അപ് ടു 65,000 ആണ് പോകുന്നത്. ഇനി ഇതിന്റെ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 3 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 3 വേക്കൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അസിസ്റ്റന്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റാലിറ്റി ആണ് വിളിച്ചിരിക്കുന്നത്. അതും സെയിം സാലറി തന്നെയാണ്. ഒറ്റൊരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അത് ജനറൽ കാറ്റഗറിയൊക്കെയാണ്. നെക്സ്റ്റ് ജൂനിയർ മെയിൻ്റനർ ഇലക്ട്രിക്കലിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 18,250 അപ് ടു 59,000 ആണ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ജനറൽ കാറ്റഗറിക്ക് 10 വേക്കൻസി, EWSന് 1 വേക്കൻസി, OBCക്ക് 4 വേക്കൻസി, SCക്ക് 2 വേക്കൻസി, STക്ക് 1 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 18 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ മെയിൻ്റനർ മെക്കാനിക്കലിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതും സെയിം സാലറി തന്നെയാണ്. ജനറൽ കാറ്റഗറിക്ക് 6 വേക്കൻസി, EWSന് 1 വേക്കൻസി, OBCക്ക് 2 വേക്കൻസി, SCക്ക് 1 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 10 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ കാറ്റഗറി വൈസിന്റെ ടോട്ടൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 43 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. EWSന് 4 വേക്കൻസി, അതേപോലെ തന്നെ OBCക്ക് 15 വേക്കൻസി, അതേപോലെ തന്നെ SCക്ക് 7 വേക്കൻസി, അതേപോലെ തന്നെ STക്ക് 3 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 72 വേക്കൻസിയാണ് ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓരോന്നിന്റെയും ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 3 വർഷം ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 25 വയസ്സ് ആണ് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത്. അല്ലാതെ ഓരോ കാസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള ഏജ് റിലാക്സേഷനും ഉണ്ട്. നെക്സ്റ്റ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണ് വിളിച്ചിരിക്കുന്നത്. അത് 25 വയസ്സ് അപ് ടു ആണ്. 3 ഇയേഴ്സ് ഡിപ്ലോമ ഉണ്ടായിരിക്കും ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ. ഇനി മെക്കാനിക്കലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതും 3 ഇയേഴ്സ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇനി സിവിലിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതും 3 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം സിവിൽ എഞ്ചിനീയറിലേക്ക്. ഇനി പ്രോഗ്രാമിംഗ് അസോസിയേറ്റിലേക്ക് വിളിച്ചിരിക്കുന്നത് 3 ഇയേഴ്സ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BSc IT എന്ന് പറയുന്ന മേഖലയിലേക്ക് എന്നീ കോഴ്സ് പഠിച്ചവർക്കായിരിക്കും. നെക്സ്റ്റ് അസിസ്റ്റന്റ് HR 3 ഇയർ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം ഇൻ BBA അല്ലെങ്കിൽ BBM എന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് അസിസ്റ്റന്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റാലിറ്റിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രാജുവേറ്റ് ഉണ്ടായിരിക്കണം ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ട് എന്ത് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ജൂനിയർ മെയിൻ്റനർ ആണ് വിളിച്ചിരിക്കുന്നത്. അത് ഇലക്ട്രിക്കലിലേക്കാണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ITI, അതായത് ITI ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ചെയ്യണം ഇലക്ട്രീഷ്യൻ ട്രേഡിലേക്ക് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ക്വാളിഫിക്കേഷൻ. നെക്സ്റ്റ് ജൂനിയർ മെയിൻ്റനർ മെക്കാനിക്കൽ, ഇതും IT ഉണ്ടായിരിക്കണം പ്ലസ്
ഫിക്സഡ് ട്രേഡിലേക്കുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ പറയുന്നുണ്ട് എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കണക്കാക്കുന്നതെന്ന് പറയുന്നത് 24/3/2025 ബേസിസിലാണെന്നാണ് പറയുന്നത്. പിന്നെ മെയിനായിട്ടുള്ള ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഡിപ്ലോമ അല്ല ബിടെക് ഉള്ളവർക്കാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇവർ പറയുന്നുണ്ട്. BA ബിടെക് അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗിലേക്ക് നമുക്ക് ഈ സിവിലിലേക്കായാലും ഇലക്ട്രിക്കലേക്കായാലും ഇലക്ട്രോണിക്സിലേക്ക് ഉള്ള BA ബിടെക് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 ഇയർ ഡിപ്ലോമ അല്ലാതെ ബിടെക് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഇവരിവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം, അതേപോലെ തന്നെ EWSന് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അല്ലാതുള്ള കാറ്റഗറിക്കും ഇവിടെ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇപ്പോൾ SC ST OBC EWS PWD കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ അവരുടെ മദർ ലാംഗ്വേജിലാണ് സർട്ടിഫിക്കറ്റ് കിടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിലേക്ക് സെൽഫ് സർട്ടിഫൈഡ് ട്രാൻസ്ലേറ്റഡ് കോപ്പി ആക്കിയിട്ട് വേണം അത് സബ്മിറ്റ് ചെയ്യാമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു CBT എക്സാം ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് മെയിലായിരിക്കും CBT എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് എക്സാം ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി CBT എക്സാമിൻ്റെ സിലബസ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ സിലബസ് പിൻ ചെയ്ത് വെക്കാം. സോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ CBT എക്സാം കണ്ടക്ട് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഹിന്ദിയിലായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ട് ലാംഗ്വേജ് മിക്കവാറും ഇംഗ്ലീഷിലായിരിക്കും. ഇനി CBT എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് തന്നെ ആയിരിക്കും. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് ഉണ്ട്. ഓരോ കറക്റ്റ് ആൻസറിനും 1 മാർക്ക് വെച്ചും. അതേപോലെ തന്നെ ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ലെന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഓരോ കറക്റ്റ് ആൻസറിനും ഓരോ മാർക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഒരെണ്ണം തെറ്റിപ്പോയെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് അവിടെ കിട്ടുന്നില്ല. നോൺ നെഗറ്റീവ് മാർക്കിംഗ് ഫോർ റോങ് ആൻസേഴ്സ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലെന്നതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി എക്സാം കണ്ടക്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 19 മിനിറ്റ്സ് ആണെന്ന് നോക്കുക. ഇനി എക്സാം സെൻറ്റർ ആണെങ്കിൽ നോക്കുന്നത്, എക്സാം സെൻറ്റർ എവിടെയൊക്കെ വരുമെന്ന് വെച്ചാൽ ഡൽഹി വരും, ലക്നൗ, അഹമ്മദാബാദ്, ഭോപ്പാൽ, മുംബൈ, കൊൽക്കത്ത, ഭുവനേശ്വർ, ഹൈദരാബാദ്, ബംഗളൂരു ആൻഡ് ചെന്നൈ. അപ്പം നമുക്ക് അടുത്തായിട്ട് കിടക്കുന്നത് ബംഗളൂരു അല്ലെങ്കിൽ ചെന്നൈ. ഈ 2 സെൻറ്റർ ആണ് ഓപ്റ്റ് ചെയ്യാൻ നല്ലത്. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊവിഷൻ പീരീഡ് ഉണ്ട്, 2 വർഷത്തെ ആയിരിക്കും. കമ്പനി പോളിസി ബേസിസിലായിരിക്കും എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ മെയിൻ ആയിട്ടുള്ളത് പേയ്മെന്റ് നോക്കുവാണെങ്കിൽ ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ ജനറൽ കാറ്റഗറി OBC EWS എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് 1000 രൂപയാണ് ഫീസ് വരുന്നത്. അതേപോലെ തന്നെ SC ST PWD കാൻഡിഡേറ്റിനൊക്കെ ആണെങ്കിൽ ഫീ പേയ്മെന്റ് ഇല്ല എന്നും പറയുന്നുണ്ട്. ഇനി ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ വേണം. അത് 10 KB ആയിരിക്കും. അപ് ടു 200 KB സൈസിൽ വേണം. JPG ഫോർമാറ്റിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി റീസെന്റ് സൈൻഡ് സിഗ്നേച്ചർ വേണം. അത് 4 KB അപ് ടു 30 KB സൈസ് വരെ JPG ഫോർമാറ്റിലായിരിക്കണം. ഇനി കാറ്റഗറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 10 KB മുതൽ 500 KB വരെ ആയിരിക്കണം. PDF ഫോർമാറ്റിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ മെയിലിലേക്കായിരിക്കും അവർ സെൻഡ് ചെയ്യുക എന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം മറക്കാതെ അപ്ലൈ ചെയ്യുന്നവരിൽ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24/4/2025 ആണ്. മെയ് 25-നാണ് CBT എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു.